നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേര് റെമിനി എന്നാണ്. രമണി എന്നല്ല, റെമിനി എന്നാണ്. അപ്പോൾ നമ്മളിനി എന്തിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെയൊക്കെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിന് ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കുറവാണല്ലോ എന്ന് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ പഴയ ഫോട്ടോസ്, അങ്ങനെ ഏത് തരം പഴയ ഫോട്ടോസ് ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് പോലും നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ റെമിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസിനെ ഹൈ ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ റെമിനി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി കൂട്ടാമെന്നും അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് വെച്ച് റെമിനി എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റെമിനി ഫോട്ടോ എൻഹാൻസർ എന്ന് പറഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. എൻഹാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എൻഹാൻസ് പ്ലസ് ഉണ്ട്, വീഡിയോ എൻഹാൻസ് ഉണ്ട്, പെയിൻറ്റ്, പോർട്രേറ്റ്, അങ്ങനെ ഒത്തിരി അധികം ഉണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസ് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആകെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ എൻഹാൻസ് എന്ന് പറയുന്ന ഒരെണ്ണമാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ പെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ ക്ലാരിറ്റി ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ എൻഹാൻസ് എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ബ്ലൂ റൗണ്ടിലുള്ള എൻഹാൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാനൊരു ക്വാളിറ്റി കുറഞ്ഞ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് എടുത്ത എൻ്റെ ഒരു സെൽഫി ഒന്ന് എടുത്തിട്ട് ഒന്ന് എഡിറ്റിയതാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, വേണേൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് ക്രോപ്പ് ചെയ്ത് ഈ ഫോട്ടോ എടുക്കാവുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു ടിക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പെയ്ഡ് ആയിട്ടുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ്സൊക്കെ കണ്ടതായിട്ട് വരും. അതങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ കണ്ടോ, ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ. ഇനി ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇത്രയും ക്ലാരിറ്റിയിലാണ് നമ്മുടെ ഏതൊരു ഫോട്ടോ ആയാലും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ ഈ കാണുന്നതാണ് ഒറിജിനൽ ഫോട്ടോ. എൻ്റെ ഫോണിൽ ഞാൻ എടുത്ത ഒറിജിനൽ ഫോട്ടോ ഇതാണ്. ഇത് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത്രയും ക്ലാരിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഏത് ഫോട്ടോസ് ആയാലും നിങ്ങളുടെ പഴയ ഒത്തിരി അധികം ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും ക്വാളിറ്റി കുറഞ്ഞത്. സോ അതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപാര ക്വാളിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ഡൗൺലോഡ് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആകും. ഓക്കെ, സോ ഇപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെടുക്കുന്ന ഫോട്ടോസിനെ എങ്ങനെ ഹൈ ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഹൈ ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാവും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടെക്നോളജി വീഡിയോസൊക്കെ തുടർച്ച കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ ടെക്നോളജി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു അടിപൊളി ടെക്നോളജി വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.